of limit of a function. Let f be a function of real variable x. Let c, l be two fixed numbers. If f of x approaches the value l as x approaches c, we say l is the limit of the function f of x as x tends to c. ഡൊമൈനിലെ പോയിന്റ് എക്സ് സി എന്ന വാല്യൂയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് എൽ എന്ന വാല്യൂയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. രണ്ട് കേസ് എടുക്കും, ലെഫ്റ്റ് കേസും റൈറ്റ് കേസും എടുക്കുമ്പോൾ എൽ എന്ന വാല്യൂയിലേക്ക് അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് പറയാം ലിമിറ്റ് എക്സിസ്റ്റ് ഫോർ ദാറ്റ് ഫംഗ്ഷൻ. സോ വി റൈറ്റ് ദിസ് ആസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എൽ. സോ ലെറ്റ് സീ ദ ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നൗ. ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്സ് നമ്മൾ കണ്ടതാണ്. നമ്മളൊരു പെർട്ടിക്കുലർ എക്സ് ടെൻസ് ടു സി എന്ന് പറഞ്ഞാൽ we check the values less than c and the values greater than c. Okay, so while defining the limit of a function as x tends to c, we consider values of f of x when x is very close to c. Okay, that values may be greater or less than c. Okay, now suppose we restrict x to values less than c. Less than c എന്ന് പറഞ്ഞാൽ x tends to c from below or from the left. Okay, അതിനെ നമ്മൾ എഴുതുക x tends to c minus ഇങ്ങനെ എഴുതുക. x tends to c minus എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ c-നേക്കാളും ചെറിയ നമ്പേഴ്സ് എടുക്കുന്നു. That is x tends to c from below or from the left. Okay, then the limit of f with this restriction on x is called the left hand limit. Left hand limit. ആ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നമുക്ക് ഇങ്ങനെ എഴുതാം. എൽ എഫ് ദ ഫംഗ്ഷൻ ഏതാണ് നമ്മൾ കൊടുക്കുന്ന വാല്യൂ, എക്സ് അപ്രോച്ചസ് ടു വിച്ച് വാല്യൂ സി. അപ്പോൾ എൽ എഫ് ഓ സി എന്ന് എഴുതും. എ ആണെങ്കിൽ എൽ എഫ് ഓ ഫി. ഓക്കെ, അങ്ങനെ എഴുതുന്നു. ഓക്കെ, സോ എൽ എഫ് ഓ സി എന്ന് പറഞ്ഞാൽ ലിമിറ്റ് നമ്മൾ ആ ടേബിൾ ഓർക്കുക, ആദ്യത്തെ ടേബിൾ ഓർക്കുക. നമ്മൾ ചെറിയ നമ്പേഴ്സ് എടുക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ വാല്യൂയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നു. സോ ചെറിയ നമ്പേഴ്സ് ആണ് സിനേക്കാളും ചെറിയ നമ്പേഴ്സ്, ദാറ്റ് ഇസ് ദ വാല്യൂസ് ബിലോ ഓർ ടു ദ ലെഫ്റ്റ് ഓഫ് സി. ഓക്കെ, അതിന് നമ്മൾ സി മൈനസ് എന്ന് എഴുതുന്നു എഫ് ഓഫ് എക്സ്. ആൻഡ് ദിസ് ഇസ് പ്രൊവൈഡഡ് ദ ലിമിറ്റ് എക്സിസ്റ്റ്. ഓക്കെ, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഇത് എഴുതുള്ളൂ. നമ്മൾ മൂന്നാമത്തെ എക്സാമ്പിൾ ഓർക്കുക, അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, നൗ സിമിലർലി ഇഫ് എക്സ് ടേക്സ് ഓൺലി വാല്യൂസ് ഗ്രേറ്റർ ദാൻ സി, then x is said to tend to c from above or from right. Okay, and it can be written as rf of c. It is right hand limit. Okay, and we can write r for c means limit x tends to c plus f of x. Okay, ഇത് രണ്ടും എൽ എഫ് ഒ സി വാല്യൂ ഏതാണോ വരുന്നത്, ആർ എഫ് ഒ സി വാല്യൂ ഏതാണോ വരുന്നത്, അത് രണ്ടും ഈക്വൽ ആയാൽ മാത്രമാണ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ആദ്യത്തെ രണ്ട് എക്സാമ്പിൾ ഒന്നും കൂടെ കൺസിഡർ ചെയ്യുക. ആ രണ്ട് എക്സാമ്പിളിലും ചെറിയ വാല്യൂസ് എടുക്കുമ്പോഴും വലിയ വാല്യൂസ് എടുക്കുമ്പോഴും എഫ് ഓഫ് എക്സ് ഒരു പെർട്ടിക്കുലർ നമ്പറിലേക്ക് തന്നെയാണ് അപ്രോച്ച് ചെയ്യുന്നതെന്ന് കാണാം. അതുകൊണ്ടാണ് നമ്മൾ ലിമിറ്റ് അതാണെന്ന് എഴുതിയത്. So it's very important to note that for the existence of limit x tends to c f of x, it is necessary that both L f of c and R f of c exist, and L f of c is equal to R f of c, and that is the value of limit x tends to c f of x. Suppose this is L and this is L. രണ്ടും എക്സിസ്റ്റ് ചെയ്താൽ രണ്ടും ഒരു നമ്പർ തന്നെയാണ് കിട്ടുന്നത്. So we write limit x tends to c എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ നിന്നുള്ള ലിമിറ്റും റൈറ്റിൽ നിന്നുള്ള ലിമിറ്റും സെയിം ആണ്. അതാണ് എഫ് ഓഫ് എക്സ് എന്ന വാല്യൂ എക്സ് ടെൻസ് ടു സി വരുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, സോ these left hand limit and right hand limit are known as one sided limit. ഒരു സൈഡിൽ നിന്ന് മാത്രം വരുന്ന ലിമിറ്റ് ആണ്. അപ്പം അത് ആ ഫംഗ്ഷന്റെ ലിമിറ്റ് ആയിട്ട്, ആ പെർട്ടിക്കുലർ നമ്പറിലേക്ക് ആ ഫംഗ്ഷന്റെ ലിമിറ്റ് ആയിട്ട് പറയണമെങ്കിൽ ആ രണ്ട് ലിമിറ്റും എക്സിസ്റ്റ് ചെയ്യണം, അത് രണ്ടും ഈക്വലും ആയിരിക്കണം. So clear ആവാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് എക്സാമ്പിൾസ് കൺസിഡർ ചെയ്യാം. Consider the function f of x equal to x plus 1.
ഓക്കെ, സോ നമുക്ക് എക്സിന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കുമ്പോൾ എഫ് ഓഫ് എക്സിന് ഏത് വാല്യൂ ആണ് വരുന്നതെന്ന് നോക്കാം. ഒരേ ടേബിളിൽ തന്നെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സപ്പോസ് ഐ എം ഗോയിങ് ടു ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ്. സോ 1 എന്ന വാല്യൂവിനേക്കാളും ചെറിയ നമ്പേഴ്സും എടുക്കണം, വലിയ നമ്പേഴ്സും എടുക്കണം. ഓക്കെ, ഞാനിവിടെ എക്സ് എഫ് ഓഫ് എക്സ് എന്ന് എഴുതുന്നു. ഒരേ ടേബിളിൽ തന്നെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും നമ്മൾ എടുക്കും. ഓക്കെ, ഞാൻ 1 here 0 -1 -2 ഇവിടെ 1 3 4 5. ഓക്കെ, അപ്പോൾ ചെക്ക് ചെയ്യാം. എക്സിന് -2 കൊടുത്താൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ -2 + 1 -1 വരും. എക്സിന് -1 കൊടുത്താൽ -1 + 1 0 വരും. 0 കൊടുത്താൽ 1 വരും. 1 കൊടുത്താൽ 2 വരും. 2 കൊടുത്താൽ 3, 3 കൊടുത്താൽ 4, 4 കൊടുത്താൽ 5 and 5 കൊടുത്താൽ 6. Okay, you know the graph of this function. Okay, so it's a linear function. So ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഞാൻ റഫായിട്ട് വരച്ച് കാണിച്ചു തരാം. ഇതേപോലെ വാല്യൂസ് നമ്മൾ കൊടുക്കുകയാണ്. 0 1 2 3 4 അങ്ങനെ ഇവിടെ -1 -2. ഓക്കെ, കറസ്പോണ്ടിങ് ചേഞ്ച് നോക്കുക. 0 വരുമ്പോൾ 1, 1 വരുമ്പോൾ 2, 2 വരുമ്പോൾ 3, 3 വരുമ്പോൾ 4. ഓക്കെ, -1 വരുമ്പോൾ 0, അപ്പോൾ ഇവിടെ തന്നെ. -2 വരുമ്പോൾ -1. സോ ഇതിങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. Okay, so here from this graph you can observe that when x approaches to 1 from the left of 1, the value f of x approaches to 2. Okay, so that is when x tends to 1 minus, it's not -1, it's 1 minus. 1 minus എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ we are taking the values that is x approaches to 1 from the left of 1. അങ്ങനെയാണ്. Okay, then you can see that then f of x tends to 2. Okay, so we define this value as left hand limit of f at x equal to 1. That is limit x tends to 1 minus, it is L f of കൊടുക്കുന്ന വാല്യൂ 1 ആണ്. എക്സ് 1ലേക്കാണ്. L f of 1 is equal to limit x tends to 1 minus f of x. That's equal to 2 എന്ന് കിട്ടുന്നു. We can also observe that when x approaches to 1 from the right of 1, the value f of x approaches to 2. Okay, so that is when x tends to 1 plus f of x tends to 2. That is r f of 1 is equal to limit x tends to 1 plus f of x, that's also equal to 2. Okay, so you can we call this as right hand limit of f at x equal to 1. Okay, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം both left hand ലിമിറ്റും ഉണ്ട്, right hand ലിമിറ്റും ഉണ്ട്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വലുമാണ്. So limit x tends to 1 f of x. X tends to 1 minus 2. X tends to 1 plus 2. So x tends to 1 f of x എന്ത് തന്നെയാണ് 2 ആണ്. So in this example both left hand and right hand limits exist and they are equal. So the limit of the given function when x approaches to 1 is equal to 2. Consider the function f of x equal to -1 when x less than 0, 1 when x greater than 0. So ഇവിടെ നമ്മൾ ടേബിൾ വരയ്ക്കുകയാണെങ്കിൽ രണ്ട് കോളത്തിൻ്റെ ആവശ്യമുള്ളൂ. എക്സ് എഫ് ഓഫ് എക്സ്. എക്സ് ലെസ് ദാൻ 0 വാല്യൂ വരുന്നത് ഫിക്സഡ് ആണ് -1. എക്സ് ഗ്രേറ്റർ ദാൻ 0 വാല്യൂ വരുന്നത് ഫിക്സഡ് ആണ് 1. സോ 0 എന്ന പോയിന്റ് എടുത്താൽ അതിന് ലെഫ്റ്റിലുള്ള വാല്യൂസ് എടുക്കുകയാണെങ്കിൽ ലിമിറ്റ് -1 ആണ്. 0യേക്കാളും വലിയ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് അപ്രോച്ച് ചെയ്യുന്നത് 1ലേക്കാണ്. ദാറ്റ് ഈസ് ഫ്രം ദിസ് ടേബിൾ വി ഒബ്സർവ് ദാറ്റ്
when x approaches to 0 from the left of 0, the value of f of x approaches to -1. Also when x approaches to 0 from the right of 0, the value of f of x approaches to 1. That means L f of 0, the left hand limit, that is limit x tends to 0 minus f of x equal to -1, or f of 0, the right hand limit, limit x tends to 0 plus f of x equal to 1. Here both left hand limit and right hand limit exist, but they are not equal. So in this case we write limit x tends to 0, f of x does not exist. So left hand limit and right hand limit exist ചെയ്താൽ മാത്രം പോരാ, അത് ഈക്വൽ ആവുകയും കൂടെ ചെയ്യുമ്പോഴാണ് ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത്.